ഹലോ ഗായ്സ്, സ്റ്റാൻഡേർഡ് ലെവൽ ക്വസ്റ്റ്യൻ സീരീസിലെ രണ്ടാമത്തെ ചോദ്യമാണ് ഇന്ന് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ തവണ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലായി ഇത് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. മക്കളെ, ശരിക്കും ഇത് ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ സ്റ്റാൻഡേർഡ് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് ലെവൽ ക്വസ്റ്റ്യൻ്റെ രണ്ടാമത്തെ ചോദ്യം നോക്കിക്കോട്ടോ. കഴിഞ്ഞ തവണ വീണ്ടും 2024 പരീക്ഷയ്ക്ക് 5 മാർക്കിന് ചോദിച്ച ചോദ്യമാണ്. ഈ ചോദ്യം കാണുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കും ഉണ്ടായിരുന്ന സംശയം ഇത് ഏത് ചാപ്റ്റർ എന്നുള്ളതാണ്. ചിലവർക്കുണ്ടായ സംശയം ഇത് മാക്രോയിലെ 4ാമത്തെ ചാപ്റ്റർ, ചിലവർ പറഞ്ഞു മൈക്രോയിലെ 5ാമത്തെ ചാപ്റ്റർ. അപ്പോൾ യഥാർത്ഥത്തിൽ 2 അഭിപ്രായങ്ങളാണ് വന്നത്. ഒന്ന് പറഞ്ഞത് മാക്രോ, നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, മാക്രോയിലെ 4ാമത്തെ ചാപ്റ്റർ. ചിലവർ പറഞ്ഞെന്താ മൈക്രോയിലെ 5ാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞത്. യഥാർത്ഥത്തിൽ മക്കളെ ഈ ചാപ്റ്റർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഏതുമല്ല, മൈക്രോയിലെ 5ാമത്തെ ചാപ്റ്റർ തന്നെയാണ്. കാരണം പറഞ്ഞുതരാം, നിങ്ങൾ നോക്കുക, ഇവിടെ ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ പലർക്കും സംശയമായിരുന്നത് ഇക്വിലിബ്രിയം ഇൻകം ആണോ ഇനി ഔട്ട്പുട്ട് ആണോ. മക്കളെ, ഇക്വിലിബ്രിയം ഇൻകം എന്ന് പറയുന്നുണ്ടെങ്കിൽ അവിടെ വൈ എന്നായിരിക്കും നമുക്ക് വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെ പറഞ്ഞ ഇക്വിലിബ്രിയം പ്രൈസ് ആണ്, നമ്മൾ അതിനെ പി സ്റ്റാർ എന്നാണ് കൊടുക്കുക. ആൻഡ് ഔട്ട്പുട്ടിന് നമ്മൾ എന്ത് ചെയ്യുക, ക്യൂ സ്റ്റാർ എന്നാണ് കൊടുക്കുക. അപ്പം നമ്മളോട് എന്താ ചോദ്യം പറഞ്ഞത്, മൈക്രോ എക്കണോമിക്സ് നമ്മൾ പ്രൈസിങ്ങിൻ്റെ ചാപ്റ്റർ ഉണ്ടല്ലോ, അഥവാ വിലപരിധിയെക്കുറിച്ചും തറവിലയെക്കുറിച്ചും പറയുന്നത്, അവിടെ നിന്നുള്ള ചോദ്യമായിരുന്നത്. ചോദ്യം ഇതാണ്: വാട്ട് വിൽ ഹാപ്പൻ ടു ദ ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് വെൻ ഡിമാൻഡ് ഇൻക്രീസസ് സപ്ലൈ ഡിക്രീസസ്. അതായത് നമ്മളിത് ഡയഗ്രത്തിൻ്റെ സഹായത്തോടെ നമ്മളോട് ഇത് വരക്കാനും പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഒന്ന് മാത്രം വരച്ച് കഴിഞ്ഞാൽ നമുക്ക് 2.5 മാർക്ക് കിട്ടും. അപ്പോൾ 5 മാർക്കിൻ്റെ ചോദ്യത്തിൽ പകുതി മാർക്ക് ഓരോന്നിനും വീതം ഉണ്ടായിരിക്കും. നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ കൊടുത്തിരിക്കുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് സന്തുലിത വിലയിലും സന്തുലിത ഉൽപ്പന്നത്തിലുമുള്ള മാറ്റങ്ങൾ ഡയഗ്രത്തിൻ്റെ സഹായത്തോടെ ചിത്രീകരിക്കാനാണ് പറഞ്ഞത്. നോക്കാം നമുക്കിവിടെ. അപ്പോൾ ആദ്യം ഞാനിവിടെ ചെയ്യുന്നത്, ഫസ്റ്റ് കേസ് എന്തായിരുന്നു, ഡിമാൻഡ് ഇൻക്രീസസ് അല്ലേ. ഞാൻ എഴുതുന്നു എ, ഡിമാൻഡ് ഇൻക്രീസസ്. നമ്മുടെ ഡിമാൻഡ് എന്ത് ചെയ്യുന്നു, കൂടുക കേട്ടോ. ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്ന സിറ്റുവേഷൻ ആണ് ഫസ്റ്റ് വൺ പറഞ്ഞത്. അപ്പോൾ ഡിമാൻഡ് കൂടണമെങ്കിൽ ആദ്യം ഇക്വിലിബ്രിയം വരക്കണം, വേണ്ടേ? ഞാൻ ആദ്യം ഇക്വിലിബ്രിയം വരക്കണേ. ഞാനിവിടെ എക്സ് ആക്സും വൈ ആക്സും വരക്കുന്നുണ്ട്. എക്സ് ആക്സിനും വൈ ആക്സിനും നിങ്ങൾ മാർക്ക് ചെയ്യേണ്ട കാര്യം പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ടാണ് മാർക്ക് ചെയ്യുന്നത്. എന്താണ് മാർക്ക് ചെയ്യുന്നത്, ക്വാണ്ടിറ്റി ആണ് കേട്ടോ. ഇവിടെ ക്വാണ്ടിറ്റിയാണ് മാർക്ക് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എന്താ മാർക്ക് ചെയ്യുന്നത്, പ്രൈസ് ആണ് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, പ്രൈസ് ആണ് മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈക്വിലിബ്രിയം കണ്ടെത്താം. നോക്കിക്കൊള്ളട്ടെ മക്കളെ, ഇങ്ങനെ ഡൗൺവേർഡ് ആയിട്ട് നമ്മൾ വരക്കുന്ന കർവിന് എന്താ നമ്മൾ പറയാം, നമ്മൾ ഡൗൺവേർഡ് ആയിട്ട് വരക്കുന്ന കർവിന് നമ്മൾ എപ്പോഴും പറഞ്ഞ പേര് ഡിമാൻഡ് കർവ് എന്നാണ് അല്ലേ. കാരണം എന്താണ്, പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള ഇൻഡയറക്റ്റ് റിലേഷൻ ആണ്. അപ്പോൾ ഞാൻ അതിന് പേര് ഡി എന്ന് പേര് കൊടുത്തു. ഇനി അപ്വേർഡ് സ്ലോപ്പിംഗ് നമ്മൾ വരക്കുന്നുണ്ട്, അതിനെന്താ ചെയ്യുക, സപ്ലൈ കർവ് എന്നാണ് പേര് കൊടുക്കുക അല്ലേ. ഇനി ഇവർ രണ്ടുപേരും കൂട്ടിമുട്ടുന്ന പോയിന്റ് ഉണ്ട്. ആ കൂട്ടിമുട്ടുന്ന പോയിന്റാണ് നമ്മൾ എന്താ പറയുക, ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയാറുള്ളത് അല്ലേ. അപ്പോൾ ഇക്വിലിബ്രിയം പോയിന്റ് ഞാൻ ഇ എന്ന് മാർക്ക് ചെയ്തു. ആ പ്രൈസിന് ഞാൻ ഇക്വിലിബ്രിയം പ്രൈസിനെ പി സ്റ്റാർ എന്നും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയെ ക്യൂ സ്റ്റാർ എന്നും കൊടുത്തു. ഇനി നമ്മുടെ ചോദ്യം, ഡിമാൻഡ് ഇൻക്രീസസ്, സപ്ലൈക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ, ഇല്ല. അപ്പോൾ ഡിമാൻഡ് കർവ് മാത്രമേ മാറുന്നുള്ളൂ. ഇത് എവിടെ നിന്ന് അറിയാം, ശരിക്കും ചോദ്യം വന്നിരിക്കുന്നത് നമ്മുടെ ഷിഫ്റ്റ് ഇൻ സപ്ലൈ കർവ് ആൻഡ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഡിമാൻഡ് കർവ്, പുതിയൊരു ഡിമാൻഡ് കർവ് വരികയാണ്. ഡിമാൻഡ് കർവ് എന്ത് ചെയ്യുന്നു, കൂടുന്നു അല്ലേ. അപ്പോൾ ഡിമാൻഡ് കർവ് കൂടണമെങ്കിൽ എന്ത് ചെയ്യണം, റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. റൈറ്റ്വേർഡ് ഷിഫ്റ്റ് ഡിമാൻഡിൽ സംഭവിച്ചിരിക്കണം. അപ്പോൾ റൈറ്റ്വേർഡ് ഷിഫ്റ്റ് സംഭവിച്ച ഡിമാൻഡ് കർവ് ഞാനിവിടെ വരക്കുന്നു, D1 എന്ന് പേരും കൊടുത്തു. ഇനി നിങ്ങൾ നോക്കുക, പുതിയൊരു ഇക്വിലിബ്രിയം നമുക്ക് ഇവിടെ ഉണ്ടാവുന്നുണ്ട്. ഏതാണ് ഇക്വിലിബ്രിയം, അത് വേറെ ഏതുമല്ലതാ, ഇവിടെ ഈ ടച്ച് ചെയ്യുന്ന പോയിന്റ് നോക്കിയാൽ നിങ്ങളിവിടെ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. യെസ്, പുതിയൊരു ഇക്വിലിബ്രിയം പോയിന്റ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് അല്ലേ. നിങ്ങളിവിടെ നോക്കിയാൽ മനസ്സിലാവും, നമ്മുടെ ക്വാണ്ടിറ്റി, പുതിയൊരു ക്വാണ്ടിറ്റി Q1 എന്ന് പറഞ്ഞിട്ടും കൂടുന്നുണ്ട്. അതേപോലെ തന്നെ പ്രൈസ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, P1 എന്ന് പറഞ്ഞിട്ട് പ്രൈസും കൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഗ്രാഫിൽ വരച്ച് വെച്ചു, നമുക്ക് പുതിയൊരു ഇക്വിലിബ്രിയം കിട്ടി. ഞാൻ അതിന് പേര് കൊടുത്തു E1 എന്നും പേര് കൊടുത്തു. അപ്പോൾ നമ്മളോട് എന്താ പറയുക, ഡിമാൻഡ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും അല്ലേ. ഡിമാൻഡ് കൂടുമ്പോൾ എന്താ സംഭവിച്ചത്, നമുക്കവിടെ സംഭവിച്ച കാര്യം എഴുതി വെക്കാം. നമ്മുടെ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്ത് ചെയ്തു, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി, അതേപോലെ ഇക്വിലിബ്രിയം പ്രൈസ്. ആദ്യം ഞാൻ എഴുതുന്നു, ഇക്വിലിബ്രിയം പ്രൈസ് എന്ത് ചെയ്തു, ഇക്വിലിബ്രിയം പ്രൈസ് ഇൻക്രീസ് ചെയ്തു. രണ്ടാമത്തെ കാര്യം ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയാണ് അല്ലേ. ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിക്ക് എന്താ സംഭവിച്ചത്, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ ഡിമാൻഡ് കൂടി കഴിഞ്ഞപ്പോൾ പ്രൈസും ക്വാണ്ടിറ്റിയും കൂടി എന്ന് മാത്രമേ ഇതിന്ന് മനസ്സിലാക്കേണ്ടതുള്ളൂ അല്ലേ. അപ്പോൾ ഈ ഡയഗ്രാം വരയ്ക്കുക, അതിൻ്റെ എക്സ്പ്ലനേഷൻ ഉണ്ട്, ഇത് രണ്ടും എഴുതുക. പിന്നെ എക്സ് ആക്സിൽ എന്താ, വൈ ആക്സിൽ എന്താ എഴുതുക, പോയിന്റ് ഇ എന്താ, പോയിന്റ് E1 എന്താന്ന് മാത്രം എഴുതുക. ഇത്രയും നിങ്ങൾ ചെയ്താൽ മതി. ഇനി രണ്ടാമത്തത് നമ്മളോട് എന്താ പറയുന്നത്, സപ്ലൈ ഡിക്രീസസ്. എന്താ പറയുന്നത്, സപ്ലൈ ഡിക്രീസ് ചെയ്യുമ്പം അതാണ് ബി എന്ന് പറയുന്ന ഭാഗത്ത് ചെയ്യുന്നത്. സപ്ലൈ കുറയുന്നു, നമ്മുടെ സപ്ലൈ കുറഞ്ഞു എന്നാണ് പറഞ്ഞത് അല്ലേ. സപ്ലൈ ഡിക്രീസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സപ്ലൈ കുറഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ സപ്ലൈ കുറഞ്ഞാൽ എന്ത് സംഭവിക്കും, ഒരു സാധനം കുറയുക എന്ന് പറഞ്ഞാൽ എന്താണ്, ലെഫ്റ്റിലേക്ക് മൂവ്മെൻറ്റ് സംഭവിക്കുന്നു അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഗ്രാഫ് വരച്ചു നോക്കാം. ആദ്യം ഞാനിവിടെ എക്സ് ആക്സും വൈ ആക്സും വരച്ചു വെക്കുന്നു. എക്സ് ആക്സിൽ എപ്പോഴും വരക്കുന്ന പോലെ ക്വാണ്ടിറ്റി തന്നെ, വൈ ആക്സിൽ എപ്പോഴും വരക്കുന്ന പോലെ പ്രൈസ് തന്നെ മാർക്ക് ചെയ്യുകയും ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്കറിയാം ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ആണ് സംഭവിക്കുക. അപ്പോൾ എന്താണ് സംഭവിക്കുക,
ലെഫ്റ്റ്വേർഡ് ഷിഫ്റ്റ് ആണ് സംഭവിക്കുക ഇവിടെ സപ്ലൈ കർവിൽ. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഞാനിവിടെ വരയ്ക്കാൻ പോകുന്നത് നമ്മുടെ സപ്ലൈ കർവാണ്. സപ്ലൈ കർവ് ഞാനിവിടെ വരച്ചു, പേര് കൊടുത്തു എസ് എന്ന് പേര് കൊടുത്തു. ഓക്കെ, രണ്ടാമത് ഞാനിവിടെ വരയ്ക്കാൻ പോകുന്നത് നമ്മുടെ ഡിമാൻഡ് കർവാണ്. നമ്മുടെ ഡിമാൻഡ് കർവ് അത് ഞാനിവിടെ വരച്ചു, ഡി എന്ന് പേര് കൊടുത്തു. ഓക്കെ ആണല്ലോ, നമ്മുടെ സപ്ലൈ കർവും ഡിമാൻഡ് കർവും വരച്ചു കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഈ പറഞ്ഞ രണ്ട് പോയിന്റിനെയും കൂട്ടിമുട്ടുന്ന പോയിന്റിനെ ഇക്വിലിബ്രിയം മാർക്ക് ചെയ്യണം അല്ലേ. അപ്പോൾ ഇക്വിലിബ്രിയം പോയിന്റ് നമ്മളിവിടെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് വരച്ചു. ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയെ Q* എന്നും ഇക്വിലിബ്രിയം പ്രൈസിനെ P* എന്നും ഞാൻ പേരും കൊടുത്തു. ഇനി എന്താ പറഞ്ഞത്? സപ്ലൈ കുറയണം, സപ്ലൈ ഡിക്രീസ് ചെയ്യുന്ന പറഞ്ഞാൽ ലെഫ്റ്റിലേക്ക് പോകണം അല്ലേ. അപ്പോൾ ലെഫ്റ്റിലേക്കാണ് മൂവ്മെൻറ്റ്. നമ്മൾ നേരത്തെ കണ്ടതാണ് ഡിമാൻഡ് കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇനി ഇവിടെ എന്താ സംഭവിക്കണ്ടേ? ഇവിടെ സപ്ലൈ കർവ് ലെഫ്റ്റിലേക്ക് പോകണം അല്ലേ. അപ്പോൾ ഞാനിവിടെ നമ്മുടെ സപ്ലൈ കർവ് വരക്കണേ. യെസ്, നമുക്കിവിടെ സപ്ലൈ കർവ് ഞാനിവിടെ വരച്ചേക്കുന്നു. ഇതിന് കൃത്യമായിട്ട് അളവ് പറയാതെ നമുക്ക് ഏത് ഡിസ്റ്റൻസിൽ ഇട്ടിട്ടും വേണമെങ്കിൽ വരക്കട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ വരക്കുന്നു. നമ്മുടെ സപ്ലൈ കർവിന് പുതിയ പേര് കൊടുത്തു, S1 എന്ന് പേര് കൊടുത്തു. S1 എന്ന് പേര് കൊടുത്തു. ഇനി നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, സപ്ലൈ ലെഫ്റ്റിലേക്കാണ് മൂവ് ചെയ്തത്, അഥവാ ഡിക്രീസ് ആണ് ചെയ്തത് അല്ലേ. അപ്പോൾ എന്താണ് സംഭവിച്ചത്? നമ്മുടെ ഇക്വിലിബ്രിയം ലെവലിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. നോക്കിയാൽ നിങ്ങളിവിടെ ഇവിടെ സംഭവിച്ചൊരു മാറ്റം നമുക്കിവിടെ കണ്ടുപിടിക്കാൻ പറ്റും. സപ്ലൈ കുറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? നമ്മുടെ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് അഥവാ നമ്മുടെ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്ത് ചെയ്തു? ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി കുറഞ്ഞു, പക്ഷേ പ്രൈസ് എന്താ ചെയ്തത്? കൂടുക തന്നെയാണ് ചെയ്തത്. പ്രൈസ് എന്ത് ചെയ്തത്? കൂടുക തന്നെ ചെയ്തത് അല്ലേ. പ്രൈസ് ഇവിടെ കൂടുക തന്നെ ചെയ്തത്. സംശയമായിട്ട് നോക്കിക്കുക, നിങ്ങളുടെ ചിത്രം ഇത് തന്നെയല്ല സംഭവിക്കുന്നത്. സപ്ലൈ കർവ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, പക്ഷേ പ്രൈസ് അവിടെ കൂടുകയാണ് ചെയ്തത്. ഇക്വിലിബ്രിയം പ്രൈസ് അവിടെ കൂടുന്നു, എന്നാൽ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി അവിടെ കുറയുന്നു. നമുക്ക് ആ വ്യത്യാസം എഴുതി വെക്കാം. ഒന്ന് എന്താണ്? ഇക്വിലിബ്രിയം പ്രൈസിന് എന്ത് സംഭവിച്ചു? ഇക്വിലിബ്രിയം പ്രൈസ് ഡിക്രീസ് അല്ല ചെയ്തത്, ഇൻക്രീസ് ചെയ്തു അല്ലേ. അപ്പോൾ ഇക്വിലിബ്രിയം പ്രൈസ് കൂടി, എന്നാൽ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിക്ക് എന്താ സംഭവിച്ചത്? ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി അഥവാ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്ത് ചെയ്തു? അവിടെ കുറയുകയുമാണ് ചെയ്തത് അല്ലേ. ഡിക്രീസ്ഡ് ആണ് അവിടെ സംഭവിച്ചത്. ഈ വ്യത്യാസമാണ് നമ്മളിവിടെ എഴുതി വെക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ നോക്കിയ ചിത്രം വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ വൃത്തിയായിട്ട് വരയ്ക്കാം. സ്കെയിലും പെൻസിലും വെച്ചിട്ട് തന്നെ വരക്കണ്ടോ, പേന വെച്ചിട്ട് ചിത്രം ദയവ് ചെയ്ത് വരക്കരുത്. കാരണം അതൊരു വൃത്തികേടായിട്ടുള്ളൊരു ഇതാണ്, അത് നമുക്ക് അത്ര വൃത്തിയൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? പേപ്പർ നോക്കുന്ന ടീച്ചർ നിങ്ങളുടെ പേപ്പറിനൊരു ഇമ്പ്രഷൻ വരണമെങ്കിൽ വൃത്തിയായിട്ട് തന്നെ വരച്ചേക്കുക. നന്നായിട്ട് ചെയ്യാൻ എല്ലാവരെ കൊണ്ട് സാധിക്കട്ടെ. അപ്പോൾ നിങ്ങൾ നോക്കുക, ഈ പറയുന്ന 5 മാർക്ക് എത്രയോ സിമ്പിളായിട്ട് കിട്ടേണ്ട 5 മാർക്കാണ് നമ്മൾ കളയാൻ പോയിരുന്നത് അല്ലേ. അപ്പോൾ ഇനിയുള്ള ഇങ്ങനെയുള്ള സ്റ്റാൻഡേർഡുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ വീണ്ടും കാണുന്നതായിരിക്കും. Once again, it's me, Sal Sabin, signing out from Edgeward. Happy learning all. Bye.